ഹായ്, ഇൻഡക്ഷൻ മോട്ടോറിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പൊ നമ്മൾ 30 ക്വസ്റ്റ്യൻ ഇതുവരെ ഡിസ്കസ് ചെയ്തു. അപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. If rotor input of a squirrel cage induction motor running with a slip of 10% is 110 kilowatt. Gross power developed by its rotor is dash kilowatt. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒരു റോട്ടോറിന്റെ ഇൻപുട്ട് 110 കിലോവാട്ട് 110 കിലോവാട്ട് ആണ്. അതിന്റെ സ്ലിപ്പ് 10% ആണ്. ഓക്കെ, അപ്പം റോട്ടോറിന്റെ ഔട്ട്പുട്ട് ഗ്രോസ് പവർ ഡെവലപ്ഡ് എന്താണ്? റോട്ടോറിന്റെ ഔട്ട്പുട്ട് എന്താന്നാ ചോദിച്ചത്. റോട്ടോറിന്റെ ഇൻപുട്ട് 110 കിലോവാട്ട് ആണ്, അതിന്റെ സ്ലിപ്പ് 10%. അപ്പൊ റോട്ടോറിന്റെ ഔട്ട്പുട്ട് എത്രയാന്നാ ചോദിച്ചത്. ഗ്രോസ് പവർ ഡെവലപ്ഡ് ബൈ ഇറ്റ് ഈസ് റോട്ടോർ ഈസ് ഇൻ കിലോവാട്ട്. 10, ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 99, ഓപ്ഷൻ ഡി 80. ഓക്കെ, അപ്പൊ നമ്മൾ റോട്ടോർ ഇൻപുട്ട് എത്ര തന്നിട്ടുണ്ട്? 110 കിലോവാട്ട് ആണ്. നമുക്കറിയാം, ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു റോട്ടോർ ഇൻപുട്ട് അല്ലേ? അപ്പം ഇതിൽ എസ് തന്നിട്ടുണ്ട്. എസ് എത്ര? റോട്ടോർ ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത്. റോട്ടോർ ഇൻപുട്ട് തന്നിട്ടുണ്ട്, സ്ലിപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ലിപ്പ് എത്ര? 10% തന്നത് അല്ലേ? 10% എന്ന് പറഞ്ഞാൽ അതിനെ വാല്യൂയിലേക്ക് മാറ്റുമ്പോൾ 0.10 ആയിട്ട് മാറും. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. റോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.10 ഇൻറ്റു റോട്ടോർ ഇൻപുട്ട്. ഓക്കെ, റോട്ടോർ ഇൻപുട്ട് പറഞ്ഞാൽ 110 കിലോവാട്ട്. 110 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ 110 ഇൻറ്റു 1000 വെച്ചാൽ ഇത്ര വാല്യൂ ഉണ്ടാവും. അപ്പം 1 മൈനസ് 0.1 എന്ന് പറഞ്ഞാൽ 0.9 ഇൻറ്റു എത്രയാണ്? 11 ലാക്ക് ആണോ? ഓക്കെ, 11 ലാക്ക്. ഓക്കെ, 11 ലക്ഷമാണ് വരിക. അപ്പൊ 0.9 ഇൻറ്റു 99 കിലോവാട്ട്. അപ്പൊ റോട്ടോർ ഔട്ട്പുട്ട് എത്ര കിട്ടും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 കിലോവാട്ട് കിട്ടും. അപ്പൊ റോട്ടോർ ഇൻപുട്ട് നമ്മൾ തന്നിട്ടുണ്ട് 110 കിലോവാട്ട്. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇക്വേഷൻ ഒക്കെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഒരു ഇക്വേഷൻ ആണ്. റോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു റോട്ടോർ ഇൻപുട്ട്, പിന്നെ കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു റോട്ടോർ ഇൻപുട്ട്. അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പവർ ഫ്ലോ വെച്ച് പഠിച്ചിട്ടുണ്ട്. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എസ് തന്നിട്ടുണ്ട്, എസിനെ വാല്യൂയിലേക്ക് മാറ്റി റോട്ടോർ ഔട്ട്പുട്ട് ഇക്വേഷൻ കൊടുത്ത് നമുക്ക് 99 കിലോവാട്ട് ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ സ്ലിപ്പ് ഓഫ് ദ റോട്ടോർ ഈസ് ഡബിൾഡ്, ഓക്കെ, ദ വാല്യൂ ഓഫ് റോട്ടോർ റിയാക്ടൻസ് പെർ ഫേസ് വിൽ ബി. അപ്പൊ സ്ലിപ്പ് ഓഫ് ദ റോട്ടോർ ഈസ് ഡബിൾഡ്, ദ വാല്യൂ ഓഫ് റോട്ടോർ റിയാക്ടൻസ് പെർ ഫേസ് വിൽ ബി റെഡ്യൂസ് ടു ഹാവ് ബി ഡബിൾഡ് ബി 4 ടൈംസ് നോട്ട് ചേഞ്ച്. എന്നാൽ ഒരു സ്ലിപ്പ് മാറ്റി കഴിഞ്ഞാൽ റോട്ടോർ റിയാക്ടൻസ് എന്തായി മാറും എന്നാ ചോദിച്ചത്. ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നേരത്തെ ആണ് റോട്ടോർ റിയാക്ടൻസ് ഇസ് ദ, നമ്മൾ X2 പറഞ്ഞ റണ്ണിങ് കണ്ടീഷനിലെ റോട്ടോർ റിയാക്ടൻസ് സ്ലിപ്പിന്റെ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെ റിയാക്ടൻസ് ആണ് അല്ലെ? അപ്പൊ സ്ലിപ്പ് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? റോട്ടോർ റിയാക്ടൻസ് എന്താ? ഡബിൾ ആയൂലേ? സ്ലിപ്പ് പകുതിയായി എന്ന് പറഞ്ഞാൽ റോട്ടോർ റിയാക്ടൻസ് പകുതിയാവും. അപ്പം റോട്ടോർ X2 പറഞ്ഞ റോട്ടോർ റെസിസ്റ്റൻസ് റണ്ണിങ് കണ്ടീഷനിലെ റോട്ടോർ റെസിസ്റ്റൻസ് X2R is equal to slip into rotor reactance at starting time. Rotor reactance at running time is equal to slip into rotor reactance at the starting time, that S into X2. അപ്പോൾ സ്ലിപ്പ് ഡബിൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിയാക്ടൻസ് ആൾസോ വിൽ ഡബിൾഡ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഷേപ്പ് ഓഫ് ദ ടോർക്ക് സ്ലിപ്പ് കർവ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടോർക്കും സ്ലിപ്പും തമ്മിലുള്ള കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ്. പരാബോള, ഹൈപ്പർബോള, റെക്ടാങ്കുലർ പരാബോള, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇതാണ് ഒരു ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ടോർക്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു എക്സ് ആക്സിസിൽ സ്ലിപ്പും വൈ ആക്സിസിൽ എന്താണ്? ടോർക്കും ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ലിപ്പ്, ഇവിടെ സ്ലിപ്പ് എന്താണ്? ഇവിടെ സ്റ്റാർട്ടിങ് ടൈം ഇങ്ങനെ വന്നിട്ട് ഇത് ഈ ഒരു സെക്ഷൻ മോട്ടോറിംഗ്, ജനറേറ്റിംഗ് റീജിയൻ, ബ്രേക്കിംഗ് റീജിയൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ പരാബോളയായിട്ട് ഓൾവേസ് സിമിലർ ഉള്ള ഒരു ഷേപ്പാണ് വരുന്നത്. ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിന്റെ കർവ് എന്ന് പറഞ്ഞത്, അതിന്റെ ഷേപ്പ് പറഞ്ഞാല് പരാബോള, ഹൈപ്പർബോള ഒന്നല്ല. പരാബോള, ഹൈപ്പർബോള ഒന്നല്ല. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ പരാബോള. സ്ട്രൈറ്റ് ലൈൻ അല്ലല്ലോ. ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ പരാബോളയാണ് ഈ ഒരു ഷേപ്പിന് പറയാം. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് അല്ല, ഓൾമോസ്റ്റ് റെക്ടാങ്കുലർ പരാബോള. ബട്ട് ടോർക്ക് സ്ലിപ്പ് കർവ് ഈസ് rectangular parabola. Shape of the torque slip characteristics curve is rectangular parabola. Okay, the next question like boa.
For a higher efficiency of a three-phase induction motor, the slip should be, for getting the higher efficiency, സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാ ചോദിക്കുന്നത്. ലാർജ് ആയിരിക്കും, വെരി ലാർജ് ആയിരിക്കും, ആ സ്മോൾ ആസ് പോസിബിൾ ആണ്, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു ഇക്വേഷൻ പഠിച്ച റോട്ടോർ കോപ്പർ ലോസ് ഇക്വൽ എസ് റോട്ടോർ ഇൻപുട്ട് ആണ്. അപ്പൊ സ്ലിപ്പ് കൂടുതലാണ് എന്ത് സംഭവിക്കും? കോപ്പർ ലോസ് കൂടൂലേ? ലോസ് കൂടുകയാണ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് കുറയും. ഔട്ട്പുട്ട് കുറയാണ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ല എഫിഷ്യൻസി. ഔട്ട്പുട്ട് കുറയാണെങ്കിൽ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാമെന്ന് പറയാം? അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും എന്ന് പറയാം. എന്നാൽ എസിന്റെ റോട്ടോർ കോപ്പർ ലോസ്, ഒരു മോട്ടോറിന്റെ ലോസ് എന്ന് പറയുന്നത് സ്ലിപ്പിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നിങ്ങൾ സ്ലിപ്പ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? കോപ്പർ ലോസ് കൂടും. കോപ്പർ ലോസ് കൂടുകയാണ് എന്ത് ചെയ്യും? അതിന്റെ ഔട്ട്പുട്ട് കുറയും. ഔട്ട്പുട്ട് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? എഫിഷ്യൻസി കുറയും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് നല്ലൊരു എഫിഷ്യൻസി, ഹയർ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ സ്ലിപ്പ് എന്തായിരിക്കണം? ലാർജ് വാല്യൂ ആകാൻ പറ്റുമോ? പറ്റില്ല. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കണം, ആസ് സ്മോൾ ആസ് പോസിബിൾ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും? നമുക്ക് നല്ല എഫിഷ്യൻസി കിട്ടും. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 35ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. ദ അപ്പർ ബാർ ഇൻ എ ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഹാവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡബിൾ ബാർ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, ഡി ബാർ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ നേരത്തെ പഠിച്ചതാണ്. അപ്പർ കേജ് ആണിത്. ഓക്കെ, അപ്പർ കേജ് എന്താണ്? ഹൈ റെസിസ്റ്റൻസും ലോ റിയാക്റ്റൻസും ആണ്. ലോവർ കേജിന് ലോ റെസിസ്റ്റൻസും ഹൈ റിയാക്റ്റൻസും ആണ്. അപ്പൊ അപ്പർ കേജ് എന്താണെന്നാ ചോദിച്ചത്? അപ്പർ ബാർ, അപ്പർ കേജ് അപ്പർ ബാർ എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ് അല്ലെ? ഹൈ റെസിസ്റ്റൻസ്, ഹൈ റിയാക്റ്റൻസ് അല്ല, ഹൈ റെസിസ്റ്റൻസും ലോ റിയാക്റ്റൻസും ആണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ പാർട്ട് 3 പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പർ ബാർ ഹൈ റെസിസ്റ്റൻസും ലോ റിയാക്റ്റൻസ് ആയിരിക്കും, ലോവർ ബാർ ലോ റെസിസ്റ്റൻസും ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും. ഇത് പഠിച്ചിരിക്കണം. തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാമിൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ റിയാക്റ്റൻസ്. 36ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിംഗ് ദ വൺ ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഓൺ ഇൻഡക്ഷൻ മോട്ടോർ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. ഒരു ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന, രണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. അതിൽ റെഡ്യൂസ്ഡ് വോൾട്ടേജ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഒരു ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഒരു നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നോ ലോഡ് ടെസ്റ്റിൽ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് അല്ലെ? റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റിൽ റേറ്റഡ് കറണ്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ റേറ്റഡ് കറണ്ട് കൊടുക്കുന്നിടത്ത് നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുത്താൽ മതി. ഓക്കെ, ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് കോപ്പർ, അതാണ് കറക്റ്റ് ആൻസർ. ഇന്ന് ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് റേറ്റഡ് കറണ്ട് കൊടുക്കുന്നത്. റേറ്റഡ് കറണ്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ റോട്ടോർ എന്താണ്? ബ്ലോക്ക്ഡ് കണ്ടീഷനാ. അപ്പൊ ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ റേറ്റഡ് കറണ്ട് വരും. അപ്പൊ കോപ്പർ ലോസ് എന്താണ് കിട്ടുന്നത്? കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ I²R ലോസ് ആണ്. സോ വി ആർ അപ്ലൈങ് ദ റേറ്റഡ് കറണ്ട്. സോ റോട്ടോർ ബ്ലോക്ക്ഡ് മീൻസ് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഡെഫിനിഷനാണ് കൊടുത്തത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ടെസ്റ്റിലാണ് റെഡ്യൂസ്ഡ് വോൾട്ടേജ്? ലോഡ് ടെസ്റ്റ്, നോ ലോഡ് ടെസ്റ്റ്, ബ്ലോക്ക്ഡ് റോട്ടോർ. ആൻസർ എന്താണ്? ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ്. ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റഡ് കറണ്ട് കൊടുക്കുന്നുണ്ട്. റേറ്റഡ് കറണ്ട് കൊടുത്തിട്ട് I²R, അതായത് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. റേറ്റഡ് കറണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ ചെറിയ വോൾട്ടേജ് ആണ് കൊടുക്കുക, റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി യൂസ്ഡ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റും ഒക്കെ എന്താണ്? റേറ്റഡ് കറണ്ട് കൊടുക്കുന്ന ടെസ്റ്റും ഒക്കെ എന്താണ്? എന്തിനാ ഉപയോഗിക്കുന്നത്? കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ. I²R ലോസ്. ഷോർട്ട് സർക്യൂട്ട് മീൻസ് ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് വന്നാലൊക്കെ സെയിം ആണ്. അപ്പൊ ആൻസർ എന്താണ്? അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ്. അതൊരു സെയിം പാറ്റേൺ തന്നെ 36ാമത്തെ ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം ഒരേ രീതിയിൽ വരുന്നതാണ്. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച പാറ്റേണുകൾ കണ്ടില്ല. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുക്കുന്ന ഏതാണ്? അത് ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? അത് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അടുത്ത ക്വസ്റ്റ്യൻ, ടോർക്ക് ഡെവലപ്ഡ് ബൈ എ 3-phase 400 വോൾട്ട് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് 100 ന്യൂട്ടൺ മീറ്റർ. If the applied voltage is reduced to 200 volt, the developed torque will be. ഇത് നമ്മൾ ആദ്യം ചെയ്തതാണ്. ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് സ്ക്വയർ എന്ന ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ പാർട്ട് കണ്ടവർക്ക് അറിയാം. അപ്പൊ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് സ്ക്വയർ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 400 വോൾട്ടും 100 ന്യൂട്ടൺ മീറ്ററും ആണ്. 400 വോൾട്ടും 100 ന്യൂട്ടൺ മീറ്റർ. രണ്ടാമത്തെ കണ്ടീഷനിൽ 200 വോൾട്ട് ആണ്. പക്ഷെ അതിന് ടോർക്ക് കണ്ടുപിടിക്കണം അല്ലെ?
അപ്പൊ നമുക്കറിയാം ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വോൾട്ടേജ് സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുമ്പോൾ ടോർക്ക് 100 ന്യൂട്ടൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 400 സ്ക്വയർ. രണ്ടാമത് T2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് 200 സ്ക്വയർ. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഏത് ഈ രണ്ട് ഇക്വേഷൻ 100/T2 is equal to 400. ഇവിടെ 400 സ്ക്വയർ ഉണ്ട് കേട്ടോ, കട്ട് ചെയ്ത് 400 സ്ക്വയർ ഡിവൈഡ് ബൈ 200 സ്ക്വയർ. നമുക്ക് എന്താ കാണേണ്ടത്, T2 അല്ലേ കാണേണ്ടത്. അപ്പൊ T2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 100 into 200 സ്ക്വയർ ഡിവൈഡ് ബൈ 400 സ്ക്വയർ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുന്ന 200 200 എഴുതി കഴിഞ്ഞാൽ ഇവിടെയും 400 സ്ക്വയറിന് 400 ചെയ്താൽ ഈ 4 0 കട്ടായി കഴിഞ്ഞ് ഈ 2 into 2 4 ഇവിടെ കട്ട് ചെയ്തു. 100 ഡിവൈഡ് ബൈ 4 വരും, 25 വരും. അപ്പം T2 എന്ന് പറഞ്ഞത് 25 ന്യൂട്ടൺ മീറ്റർ ആയി മാറും. ഓക്കെ, അപ്പൊ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ എന്തായിരിക്കണം, കറക്റ്റ് പഠിച്ചിരിക്കണം. 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, 25 ന്യൂട്ടൺ മീറ്റർ. Actually, the starting torque of a three-phase induction motor has maximum value. The rotor power factor is. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അങ്ങനത്തെ എക്സാമിനും കാണില്ല, പക്ഷെ ഒരു റാങ്ക് ഡിറ്റർമിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചില സമയങ്ങളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് സംഭവം. അല്ല, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നേരം മാക്സിമം ടോർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാൽ ആ സമയത്ത് എന്തായിരിക്കും റോട്ടോറിന്റെ പവർ ഫാക്ടർ എന്ന്. മാക്സിമം ടോർക്ക് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്, നിങ്ങൾക്കറിയാം. മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കണം, R2/X2 ആണ്ടേ. അതല്ലേ കണ്ടീഷൻ. സ്ലിപ്പ് ഈസ് ഈക്വൽ ടു R2/X. സ്ലിപ്പിന്റെ വാല്യൂ R2/X2 ഈക്വൽ ആയി കഴിഞ്ഞാൽ മാക്സിമം ടോർക്ക് കിട്ടും. പക്ഷെ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ മാക്സിമം ടോർക്ക് കിട്ടി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ എന്താണ്, സ്ലിപ്പ് 1 അല്ലേ. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ, സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഓർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് എന്താണ്, 1 ആണ്. അപ്പൊ സ്ലിപ്പിന് 1, ഇവിടെ S is equal to R2/X2, S ന് 1 കൊടുത്തു കഴിഞ്ഞാൽ R2 divided by X2 is equal to 1 എന്ന് കിട്ടും. അപ്പൊ R2 is equal to X2 ആയി. നിങ്ങൾ ഒരു ഇംപെഡൻസ് ട്രയാങ്കിളിലേക്ക് നോക്കൂ. ഇവിടെ R2, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റിയാക്ടൻസ്, ഇവിടെ ഇംപെഡൻസ് അല്ലേ. ഈ R2 ഉം X2 ഉം ഈക്വൽ ആയി പറഞ്ഞാൽ എതിർവശവും സമീപവശവും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ടാൻ ആയിരിക്കും, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ 45 എന്താണ്, 1 അല്ലേ. ടാൻ 45 1 അല്ലേ. അപ്പം എതിർവശവും അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും എന്താണ്, ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആവും. അപ്പൊ R2 X2 മീൻസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്ലിപ്പ് 1 ആണെങ്കിൽ R2 divided by X2 equal to 1 ആണ്. അപ്പൊ R2 X2 എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി ഇതാണ് എന്ത്, നമ്മളെ പവർ ഫാക്ടർ. പവർ ഫാക്ടറിന്റെ cos phi, ആംഗിൾ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഇംപെഡൻസ്. അപ്പം ഇത് 45 ഡിഗ്രി ആണെങ്കിൽ cos phi അല്ലേ പവർ ഫാക്ടർ. cos of phi എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ 45 ഡിഗ്രി ആണ്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് 45 ഡിഗ്രി. അപ്പൊ cos 45 എന്താണ്, 0.707 ആണ്. ഓക്കെ, അപ്പം പവർ ഫാക്ടർ കിട്ടി. പവർ ഫാക്ടർ എന്താണ്, 0.707. നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടോർ എന്തായിരിക്കും, നോർമലി ഇൻഡക്റ്റീവ് ആയിരിക്കും, വൈൻഡിങ് അല്ല വരുന്നത്. അപ്പം 0.8 ലാഗ് ഉള്ള ഓൺലി ഫസ്റ്റ് ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ലീഡിങ്ങിലുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. കാരണം ഒരിക്കലും ഇൻഡക്ഷൻ മോട്ടോർ ലീഡിങ്ങിൽ വർക്ക് ചെയ്യില്ല, ലാഗിങ്ങിലായിരിക്കും നോർമലി വരിക. അപ്പൊ ലാഗ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ cos 45 0.707 ലാഗ് ആണ്. ഈ ഒരു ആൻസർ ആയിരിക്കും കറക്റ്റ് വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാം. നമ്മൾ സ്റ്റാർട്ട് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ആദ്യം. മാക്സിമം ടോർക്ക് ആണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ മാക്സിമം വാല്യൂ കിട്ടി, ടോർക്ക് മാക്സിമം വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോട്ടോറിന്റെ പവർ ഫാക്ടർ ആണ് ചോദിച്ചത്. അപ്പം മാക്സിമം ടോർക്ക് കിട്ടാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, S is equal to R2/X2 ആണ്. അപ്പൊ സ്ലിപ്പ് സ്റ്റാർട്ടിംഗ് ടൈമിൽ നിങ്ങൾക്ക് അറിയാം സ്ലിപ്പ് 1 ആണ് അല്ലെ. സ്ലിപ്പ് 1 ആണെങ്കിൽ S is equal to R2/X2 എന്നുള്ള സ്ലിപ്പ് 1 എന്ന് കൊടുത്താൽ R2/X2 is equal to 1 എന്ന് കിട്ടും. അങ്ങനെ വെച്ചാൽ R2 will be equal to X2. അപ്പം ഇംപെഡൻസ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ R2 X2 സെയിം ആണ്. എതിർവശം സൈഡും സമീപത്തുള്ള സൈഡും സെയിം ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അതൊരു മാത്തമാറ്റിക്സ് ട്രിഗണോമെട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഓക്കെ, അപ്പൊ 45 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഈ ഒരു ആംഗിൾ 45 കിട്ടിയ നമ്മളുടെ പവർ ഫാക്ടർ എന്നാൽ cos 45, കോസ് ഓഫ് ദിസ് ആംഗിൾ അത് 45 എടുക്കുമ്പോൾ 0.707 കിട്ടും. ഓക്കെ, ഒരു 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ അവസാനത്താണ്. ഇൻഡക്ഷൻ ജനറേറ്റർ ഓപ്പറേഷൻ in an induction generator operation the slip is always. അപ്പം ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ആയി വർക്ക് ചെയ്യുന്ന നേരം സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പഠിക്കണ്ടേ. ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ഓർ അസിൻക്രണസ് ജനറേറ്റർ, ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറയും അല്ലെ അസിൻക്രണസ് ജനറേറ്റർ എന്ന് പറയും, ഈസ് എ ടൈപ്പ് ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇലക്ട്രിക്കൽ ജനറേറ്റർ ദാറ്റ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്. ഒരു ഇൻഡക്ഷൻ മോട്ടോറിന് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ സാധാരണ എന്താ ചെയ്യുക, സപ്ലൈ കൊടുത്തിട്ട് അതിന് ടോർക്ക് ഔട്ട്പുട്ട് പവർ ടോർക്ക് ഉണ്ടാക്കുക, ഔട്ട്പുട്ട് പവർ വരിക. നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടോറിന് ഇലക്ട്രിക്കൽ പവർ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക,
ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറയാം. ഇൻഡക്ഷൻ മോട്ടോറിന് ഇൻഡക്ഷൻ ജനറേറ്റർ. നമ്മുടെ ഇൻഡക്ഷൻ മെഷീന് ഔട്ട്പുട്ട് ആയിട്ട് സപ്ലൈ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അതിന് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറയും. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിംഗ് ദ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു അസിൻക്രണസ് ജനറേറ്റർ, ഒരു സിൻക്രണസ് സ്പീഡിലല്ല റൊട്ടേറ്റ് ചെയ്യുക, ഒരു അസിൻക്രണസ് ജനറേറ്റർ എന്നും ഇതിന് പേരുണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോട്ടോറിന് എന്ത് ചെയ്യും, ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ഓപ്പറേറ്റ്സ് ബൈ മെക്കാനിക്കലി ടേണിംഗ് ദ റോട്ടോർ ഫാസ്റ്റർ ദാൻ സിഗ്നൽ സ്പീഡ്. നിങ്ങൾക്കറിയാം ഒരു സിഗ്നൽ സ്പീഡ് ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴായിട്ട് റോട്ടോർ ഓട് ചെയ്യും, റോട്ടോർ റൺ ചെയ്യും. ആ റോട്ടോറിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വലിയ മറ്റു ഏതെങ്കിലും മെഷീനായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിംഗ്രണസ് സ്പീഡ് ഉണ്ടാവില്ലേ, നമ്മൾ NS=120 f/p എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗ്രണസ് സ്പീഡ് എന്ന് വെച്ചാൽ 1500. എക്സാമ്പിൾ എടുക്കുക, 1500 നമ്മൾ സിംഗ്രണസ് സ്പീഡ് ആണെങ്കിൽ മോട്ടോർ സാധാരണ 1450 1460 സ്പീഡിലാണ് റൺ ചെയ്യുക. ആ 1450 സ്പീഡ് ചെയ്യുന്ന റോട്ടോറിനെ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ട് വേറൊരു മോട്ടോറിനെ കണക്ട് ചെയ്തിട്ട് ഈ 1500 സ്പീഡിന്റെ കൂടുതൽ കറക്കുക അല്ലെ, കൂടുതൽ കറക്കുന്നവർ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, അതിനെയാണ് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറയാം. അങ്ങനെ ഒരു റോട്ടോറിനെ ബൈ മെക്കാനിക്കൽ മറ്റൊരു മെക്കാനിക്കൽ രീതി കൊണ്ട്, മറ്റു മെക്കാനിക്കൽ അറേഞ്ച്മെന്റ് കൊണ്ട് സിംഗ്രണസ് സ്പീഡിന്റെയൊക്കെ കൂടുതൽ കറക്കുന്നവർ എന്ത് ചെയ്യും, നമുക്ക് ഈ നമ്മൾ സ്റ്റേറ്റർ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സപ്ലൈ തിരിച്ചു കിട്ടൽ കൊടുക്കും. ഓക്കെ, നമ്മൾ സാധാരണ സ്റ്റേറ്ററിൽ 3 ഫേസ് കൊടുക്കുക, അപ്പൊ റോട്ടോർ റൺ ചെയ്യും. ഈ റോട്ടോറിനെ നമ്മൾ മറ്റൊരു അറേഞ്ച്മെന്റ് കൂടുതൽ സ്പീഡിൽ കറക്കും, എന്ത് ചെയ്യും, സ്റ്റേറ്ററിലേക്ക് തിരിച്ച് നമുക്ക് ഒരു സപ്ലൈ കിട്ടും. അപ്പോഴാണ് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ജനറേറ്ററിൽ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന ചോദ്യം. സ്ലിപ്പിൽ ലീക്കേഷൻ മാറുന്നില്ല, സ്ലിപ്പ് ഈസ് ഈക്വൽ ടു NS - N/NS. NS എന്ന് വെച്ചാൽ ഒരു 1500 ഡിഗ്രി ആണ്, 1500 RPM ആണ്. N എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ റോട്ടോർ സ്പീഡ് 1450 ഒക്കെ അല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിംഗറസ് സ്പീഡിന്റെ കൂടുതൽ കറക്കല്ലേ. അപ്പൊ ഈ ഒരു 1500 നമ്മൾ ഇത് കറക്കുന്ന ഒരു 2000 RPM-ലാണ് എന്ത് ചെയ്യും, 1500 - 2000 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത് -500 വന്നില്ലേ, സ്ലിപ്പിന്റെ വാല്യൂ എന്തായി, നെഗറ്റീവ് ആയി. അപ്പോൾ നമ്മൾ NSന്റെയും കൂടുതലായിരിക്കും ഇൻഡക്ഷൻ ജനറേറ്ററിൽ. റോട്ടോർ സ്പീഡ് സിംഗറസ് സ്പീഡിന്റെ കൂടുതലായിരിക്കും. ആയതിനാൽ എന്തായിരിക്കും, ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മുകളിൽ നെഗറ്റീവ് ആണ്, ഇത് ടോട്ടൽ നെഗറ്റീവ് ആയി മാറില്ല. ഇത് NS ഓൾറെഡി പോസിറ്റീവ് ആണ്, അപ്പൊ ടോട്ടൽ ഒരു നെഗറ്റീവ് ആയി വാല്യൂ. അപ്പൊ ടോട്ടൽ സ്ലിപ്പ് എന്തായി മാറി, നെഗറ്റീവ് ആയി മാറി. അപ്പം ഒരു ഇൻഡക്ഷൻ ജനറേറ്ററിൽ സ്ലിപ്പ് ഓൾവേസ് നെഗറ്റീവ്. അപ്പൊ ആൻസർ അതാണ്. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഒരു പാർട്ടും കൂടി പെൻഡിങ് ഉണ്ട്, അത് അടുത്ത